ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. എൻ്റെ പേര് ഉഷ ആൻ്റണി. ഞാൻ കൊല്ലം കുമ്പളം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈ പരിശുദ്ധാൽത്താരയിൽ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്താനും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിനെ ഓർത്ത് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. 2022 ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഉള്ളൊരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രവാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നു. 2022 മെയ് മാസം ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാനിടയായി. ഞാൻ അമ്മയുടെ വലിയ ഭക്തിയൊന്നുമല്ല, അമ്മയോട് അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. പെന്തിക്കോസ് പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. പിന്നെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനോട് എൻ്റെ ഹസ്ബൻഡ് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് കൊന്ത പ്രാർത്ഥനയൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മയോട് സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രാർത്ഥനാ രൂപത്തിലോ അല്ലെ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്നതിലോ ഒന്നും കാണിക്കാറില്ലായിരുന്നു. അങ്ങനെ പക്ഷേ എൻ്റെ ഈശോയോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്നെ ഈശോ ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയേക്കുവാണ്, അവിടെ നിന്ന് എന്നെ ഈശോ പിടിച്ച് ഇറക്കും. പക്ഷേ ഈ 2022 ഞങ്ങളുടെ ദുഃഖ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് പേടിയാവുന്നു, എന്നെ നീ ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്നത് സ്വന്തം അമ്മയെ തന്നെയായിരുന്നു. അത് ഞങ്ങളൊരു യാത്ര പോകുമ്പോൾ, ആ യാത്ര വളരെ വേദനാജനകമായൊരു യാത്രയായിരുന്നു. ആ യാത്ര പോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണിച്ചു തരികയായിരുന്നു. അമ്മ എൻ്റെ മുന്നിൽ വരികയായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഷാഡോ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ തോന്നലായിരിക്കുമെന്ന്. പക്ഷേ അമ്മ പ്രത്യക്ഷപ്പെട്ടാണെന്ന് എനിക്ക് വ്യക്തമാകുവോളം അമ്മ ഞങ്ങളുടെ വണ്ടിലിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ ജപമാല ചെല്ലാനും അമ്മയെ സ്നേഹിക്കാനും തുടങ്ങി. ആ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ കൃപാസനം എന്ന പുണ്യഭൂമിയിലേക്കാണ്. ഇവിടെ വന്ന് ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരുന്നു. കാരണം എൻ്റെ മകൻ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടും കാത്തിരിപ്പോടും കൂട്ടിയ കുട്ടിയാണ്. പക്ഷേ ദൈവം ഏറെ സ്നേഹത്തോടെ അവന് കുറേ കുറവുകൾ കൂടി തന്നായിരുന്നു. പക്ഷേ 13 വയസ്സ് വരെ ഞങ്ങൾ എല്ലാവരും അവൻ്റെ നിഴലായി നടന്ന് അവനെ നടത്തി. പക്ഷേ 13 വയസ്സായപ്പോൾ അവൻ്റെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസമായി. ഞങ്ങൾക്കത് താങ്ങാവുന്നതിനും അപ്പുറത്തായി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറിത്തുടങ്ങി, എല്ലാം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഈശോയിലും മാതാവിലും കൂടുതൽ ആഴപ്പെടാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ തുടങ്ങി. ഈ സന്ദർഭത്തിൽ ഞാൻ 2008 അമേരിക്കയ്ക്ക് പോകാനായിട്ട് ഒരു വിസ പ്രോസസ്സിങ് ചെയ്തായിരുന്നു. 2018 അത് റീസ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് സാറിനൊക്കെ പാസ്സായി. പക്ഷേ എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒരു വർഷത്തോളം പല പ്രാവശ്യം ഞാൻ എഴുതി. ഒരു 18-20 പ്രാവശ്യം ഞാൻ എഴുതി. എന്നിട്ടും ഞാൻ എൻ്റെ കഴിവിൽ ആശ്രയിച്ച് ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല, ഉടമ്പടിയിൽ ഞാൻ നിയോഗമായി വെച്ചില്ല. പക്ഷേ എൻ്റെ സിസ്റ്റർ ഇൻ ലോ വന്ന് എനിക്ക് അവരുടെ നിയോഗത്തിൽ അത് വെച്ചു. പിന്നീട് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാതെ അവനവൻ തന്നെ മുന്നോട്ട് വരണമെന്ന്. പിന്നീട് ഞാൻ വന്നു, ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. അങ്ങനെ ആ പ്രാവശ്യം ഞാൻ IELTS ക്ലിയർ ചെയ്തു. ആ പരീക്ഷാ സമയത്ത് എനിക്ക് ഒരിക്കലും എല്ലാ മോഡ്യൂളും പാടല്ലായിരുന്നു, സ്പീക്കിംഗ് മാത്രമാണ് കിട്ടാതെ പോകുന്നത്. പക്ഷേ ആ പരീക്ഷയ്ക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് റൈറ്റിങ്ങിനൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് കരയുക. അപ്പോൾ എൻ്റെ ചെവിയിലൊരു വചനം കേൾക്കുന്നു, യെശയ്യാ 59:1. രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ ചെവികൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഞാനങ്ങനെ വചനം ഒത്തിരി പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ബൈബിളിൽ വചനം ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഇത് റിപ്പീറ്റായിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ഓൾമോസ്റ്റ് സമയമെല്ലാം കഴിഞ്ഞ് 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് പേപ്പർ വർക്ക് കൊടുത്തു. പക്ഷേ എനിക്ക് ആ പ്രാവശ്യം എനിക്ക് വേണ്ട സ്കോർ കിട്ടി, ഞാൻ പാസ്സായി. പിന്നീടുള്ള എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും അമ്മ തന്നെ നടത്തുകയായിരുന്നു. കാരണം എനിക്ക് വളരെ ദൈവഭയമുള്ള ഒരു ഇമിഗ്രേഷൻ ഓഫീസർ അമ്മ തന്നു. പിന്നെ ഓരോ പേപ്പർ വയ്ക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ചു. അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അമ്മയുടെ മുല്ലപ്പൂവിൻ്റെ മണം, അമ്മയുടെ സ്പർശനം ഒക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഓരോ സന്ദർഭങ്ങളിലായിട്ടും. അമ്മ എല്ലാ പേപ്പർ വർക്കുകളും 9 മാസം കൊണ്ട് ഞാൻ
ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും വിസ അടിച്ചു തന്നു. അമ്മ ഞങ്ങളെ ഈ മാസം അവസാനം ഞങ്ങൾക്ക് പോകാൻ സാധിക്കും. ഞങ്ങളുടെ എല്ലാ വഴികളിലും അമ്മയുടെ കരം പിടിച്ചുകൊണ്ടുള്ള ഞങ്ങൾ നടന്നത്. അതുകൊണ്ട് അമ്മ ഒരിക്കലും ഞങ്ങളെ കൈവിട്ടില്ല. ഓരോ സന്ദർഭങ്ങളിലും അമ്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരെ പരാതി കേൾക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കങ്ങനെ സ്വഭാവമില്ല. പെട്ടെന്നുള്ള ദേഷ്യം ഇതൊക്കെയായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ സ്വഭാവം എനിക്ക് ഒരുപാട് മാറാൻ പറ്റി. മറ്റുള്ളവർ ആരെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ അത് കേൾക്കാൻ നിൽക്കാതെ അവരെക്കുറിച്ച് അത് തിരുത്തി പറഞ്ഞു കൊടുക്കാനും, എവിടെയെങ്കിലും അനീതി കണ്ടാൽ അത് ചോദിച്ചിട്ട് പോകാനും, അങ്ങനെയൊക്കെയുള്ള ഒരു ഉടമ്പടി എന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെ ഒരു വേറൊരു മനുഷ്യനാക്കി. അല്ലെ ഒരു എല്ലാ കാര്യങ്ങളിലും നേരത്തെ ഒരു കാര്യത്തിനും ഒരു തീർത്തൊരു ആൻസർ ഞാൻ പറയാറില്ല. ആരാണോ എന്ത് പറയുന്നോ അതിന് അനുസരിച്ച് മൂളിക്കൊണ്ട് പോവുകയാണ് സ്വഭാവമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാത്തിനും നല്ല രീതിയിലുള്ളൊരു മറുപടി കൊടുക്കാനും, ഒരു രീതിയിൽ പറഞ്ഞാൽ ഉടമ്പടി എന്നെ ഒരു പാറയാക്കിയെന്ന് പറയാം. കാര്യം എൻ്റെ ഹസ്ബൻഡ് ഫുൾ നെഗറ്റീവായിട്ടുള്ള മനുഷ്യനാണ്. എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ കിട്ടത്തില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ എനിക്ക് നെഗ്ലക്റ്റ് ചെയ്തിട്ട് എൻ്റെ അമ്മയിൽ ഉറച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലൊരു ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും, ജീവിതത്തിൽ ഒരിക്കലും ഇനി സന്തോഷം സമാധാനം ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ വിചാരിച്ച വർഷമായിരുന്നു 2022. പക്ഷേ ഈ 1.5 വർഷക്കാലം അമ്മയുടെ കരം പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കെല്ലാം തിരിച്ചു തന്ന അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ഞാനിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അമ്മയുടെ മണം എനിക്ക് കിട്ടും, അല്ലെ അമ്മയുടെ സ്പർശനം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഇതെല്ലാം എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ വലിയ അനുഗ്രഹങ്ങളാണ്.